إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ദീനിന്റെ അധ്യാപനങ്ങളെ കൃത്യമായി പിന്തുടർന്നു ആത്മാർത്ഥമായി അതിനെ ഇഷ്ടപ്പെട്ടും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം പരിചയമുള്ള ഒരു പദമാണ് സുന്നത്ത് അഥവാ നബിചര്യ എന്നത്. ഈ ലോകത്തേക്ക് അയക്കപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് സുന്നത്ത്. പ്രവാചകൻ തന്റെ പ്രവാചകത്വ ജീവിതം തുടങ്ങിയ ശേഷം 40 വയസ്സിന് ശേഷം 63 വരെയുള്ള 23 വർഷക്കാലം കൊണ്ട് പറഞ്ഞു വച്ചതും പ്രവർത്തിച്ചു കാണിച്ചതും തന്റെ സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിൽ അവർ ചെയ്ത ചില കാര്യങ്ങൾക്ക് അംഗീകാരം നൽകിയതും തുടങ്ങി പ്രവാചകന്റെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കപ്പെട്ടിട്ടുണ്ട് സുന്നത്തുകളിലൂടെ. സുന്നത്തിനോട്, നബിചര്യയോട് പ്രധാനമായും 3 തരത്തിൽ സമീപനങ്ങൾ വെച്ച് പുലർത്തുന്നവരെ മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, പ്രവാചകന്റെ സുന്നത്തിനെ അഭിമാനബോധത്തോടുകൂടി ഏറ്റെടുത്ത ആളുകളും അതിനെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ, എന്ത് ചെയ്ത് കാണിച്ചോ അത് യാതൊരു സംശയവുമില്ലാതെ, മനസ്സിൽ യാതൊരു സങ്കോചവുമില്ലാതെ
അതിനെ ഏറ്റെടുക്കുന്ന ആളുകൾ. അത് എന്റെ ജീവിതത്തിന്, അതേപോലെ തന്നെ എന്റെ കാര്യങ്ങളിൽ അതെനിക്ക് അനിഷ്ടമുണ്ടാക്കുന്നതാണോ, എന്റെ കാര്യങ്ങളിൽ അതെനിക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതാണോ, എന്റെ കാര്യങ്ങളിൽ അതെനിക്ക് നഷ്ടമുണ്ടാക്കുന്നതാണോ എന്നൊന്നും നോക്കാതെ അതിനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്ന ആളുകൾ. നെരിയാണിക്ക് താഴെ ഒരു പുരുഷന്റെ വസ്ത്രം പോകാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ നിലപാട് അതാണ്. പിന്നെ ആളുകൾക്കിടയിലുള്ള മോഡലുകളോ ഡ്രസ്സിംഗ് കോഡുകളോ ഒന്നുമല്ല എനിക്ക് പ്രശ്നം എന്ന് തീരുമാനിച്ച ആളുകൾ. രണ്ടാമതൊരു വിഭാഗം, സുന്നത്തുകളെ അവർക്കറിയാം, പക്ഷെ അതെടുക്കുന്നതിൽ എന്തോ ഒരു അപകർഷതാബോധം. ഞാൻ ആ സുന്നത്തെടുത്താൽ ആളുകളുടെ കളിയാക്കലുകൾ ഞാൻ കേൾക്കേണ്ടി വരുമോ, ആളുകൾ എന്നെ പിന്നോട്ട് നിർത്തുമോ എന്നിങ്ങനെയുള്ള ചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നിന്റെ വലത് കൈ മാത്രമേ ഉപയോഗിക്കാവൂ. നിന്റെ ഇടത് കൈ അതിനൊരു നിലക്കും നീ ഉപയോഗിക്കരുത്. അതൊറ്റയ്ക്ക് കഴിക്കുമ്പോഴും ആളുകൾക്കിടയിലിരുന്ന് കഴിക്കുമ്പോഴും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ കഴിക്കുന്ന കൈകൊണ്ട് വെള്ളം എടുത്തു കുടിച്ചാൽ അടുത്തിരിക്കുന്നവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് ഇടത് കൈകൊണ്ട് കുടിച്ചാൽ അവിടെ തമസ്കരിക്കപ്പെടുന്നത് വലിയൊരു സുന്നത്തിനെയാണ്. മൂന്നാമതൊരു വിഭാഗം സുന്നത്തുകളോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവരാണ്. സുന്നത്തെടുക്കാൻ ഒരു താല്പര്യവുമില്ല. കാരണം സുന്നത്തുകളിൽ പലതും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ആളുകളുടെ മുമ്പിൽ പറയുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ 2-3 തരത്തിലുണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം ഏറ്റവും മനോഹരമാകുന്നത്, ഏറ്റവും മാതൃകാപരമാകുന്നത് പ്രവാചകന്റെ സുന്നത്തിനെ പിന്തുടരുമ്പോഴാണ്. ഈ ലോകത്ത് ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുക്കപ്പെട്ട് ആ പ്രവാചകൻ എങ്ങനെ നടന്നു, ആ പ്രവാചകൻ എങ്ങനെ ഇരുന്നു, ആ പ്രവാചകൻ താനുമായി ബന്ധപ്പെട്ടവരെ എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെ വസ്ത്രം ധരിച്ചു, എങ്ങനെ ഉറങ്ങി, എങ്ങനെ എഴുന്നേറ്റു, എങ്ങനെ സ്വന്തം ഭാര്യയുമായി പെരുമാറ്റ മര്യാദകളിൽ എങ്ങനെ ഇടപെട്ടു, അങ്ങനെ തുടങ്ങി ഏത് മാതൃക നോക്കിയാലും, ഏത് രംഗം നോക്കിയാലും ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുപോലെയുള്ളൊരു മാതൃക വേറൊരു വ്യക്തിയിലും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 21-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് മനോഹരമായ മാതൃകയുള്ളത് റസൂലുള്ളയിലാണ്, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. വേറൊരാളിലും നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. വേറെ ആരെല്ലാം എന്തെല്ലാം മാതൃകകൾ കൊണ്ടുവന്നാലും അതിൽ അപൂർണതകളുണ്ടാവും. പക്ഷെ ആയത്ത് അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹ് പറയുകയാണ്, ഒരാൾക്ക് പ്രവാചകന്റെ സുന്നത്ത് മനോഹരമാകണമെങ്കിൽ 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വരണം. ഒന്നെന്താ? ലിമൻ കാന യർജുല്ലാഹ്, അവന്റെ പ്രതീക്ഷകൾ മുഴുവൻ റബ്ബിലായിരിക്കണം. വൽ യൗമൽ ആഖിറ, അവന്റെ ലക്ഷ്യം മുഴുവൻ പരലോകമായിരിക്കണം. വദക്കറല്ലാഹ കസീറ, നിരന്തരം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാവണം. എല്ലാത്തിനും മുകളിൽ അല്ലാഹനെ വെക്കുകയും എല്ലാ ലക്ഷ്യങ്ങൾക്കും മീതെ പരലോകത്തെ വെക്കുകയും നാവുകൊണ്ട് അനാവശ്യങ്ങളെക്കാളേറെ അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രവാചകനിൽ മഹിതമായ മാതൃക കണ്ടെത്താൻ കഴിയൂ എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ആല ഇമ്രാനിലെ 31-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാന്റെ ഇഷ്ടം കിട്ടാനാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ
റസൂലുള്ളാഹിനെ പിന്തുടരാതെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകില്ല. അതൊരു ക്ലോസ് വെച്ചിട്ടാണ് പറഞ്ഞത്. കുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം. എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം. എങ്കിൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അല്ലാഹ്. ഈ ആയത്ത് എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. പക്ഷെ ഈ ആയത്തിന്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കടന്നു പോകൂ. അല്ലാഹ് പറയുന്നത് എന്താ? അള്ളാന്റെ ഇഷ്ടമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്റെ സുന്നത്തുകളെ ഒരു സങ്കോചവുമില്ലാതെ എടുക്കാൻ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാകുന്നവർക്ക് മാത്രമാണ് റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഒരു വിശ്വാസിയുടെ തെളിവ് കൂടിയാണ് പ്രവാചക സുന്നത്തുകളെ നമ്മൾ എടുക്കുക എന്നുള്ളത്. സുന്നത്ത് എന്ന് പറയുന്നത് കേവലം ഒരു ആരാധനാരൂപമല്ല. നമ്മൾ പറയാറില്ല സുന്നത്തായ കാര്യങ്ങൾ എന്ന്. അത് കേവലമായ ഒരു ആരാധന മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നതും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഇസ്സത്ത് പ്രതാപം നൽകുന്നതും സുന്നത്താണെന്നാണ്. ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യരായി സ്വഹാബത്ത് മാറാനുള്ള കാരണം അവർ സുന്നത്തിനെ നെഞ്ചേറ്റി എന്നതാണ്. ലോകത്താരോരും അല്ലെങ്കിൽ ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന കുറെ കാട്ടറബികളായ ആളുകൾ, ഒരു സംസ്കാരവും എടുത്തു പറയാനില്ലാതിരുന്ന ഒരു നാട്, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു നാട്, ഒരു രാജ്യവും അധിനിവേശം നടത്താത്ത ഒരു പ്രദേശം, കാരണം ഒന്നും അവരുടെ അടുത്തില്ല. അങ്ങനെയുള്ള ആളുകൾ അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണെന്ന് പറയാനാവുന്ന വിധം ലോകത്തിന് മഹിതമായ മാതൃക സമ്മാനിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ സമ്മാനിക്കപ്പെട്ടത് പ്രവാചകനെ അവർ ഫോളോ ചെയ്തതുകൊണ്ടാണ്, പ്രവാചകനെ അവർ ഇത്തിബാ ചെയ്തതുകൊണ്ടാണ്. എന്തെങ്കിലും ഒന്ന് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്, അത് ഏറ്റെടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള സുന്നത്തിന്റെ സ്നേഹികളായി മാറാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ സുന്നത്തുകളും അത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുകയാണ്. ഒരു ദിവസം എത്ര തവണ നമ്മൾ വസ്ത്രം മാറുന്നുണ്ട്. പള്ളിയിലേക്ക് വന്നപ്പോൾ ഡ്രസ്സിട്ട് വന്നു, പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയാൽ അത് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇടുന്നു. എത്രയോ തവണ നമ്മൾ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ തവണ ഡ്രസ്സ് ഇടുമ്പോഴും റസൂലുള്ള പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വലതുഭാഗം കൊണ്ട് ആരംഭിച്ചത് ചെയ്യുമ്പോൾ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ആനന്ദമുണ്ട്. അതൊന്നും ഇല്ലാതെ ചെയ്താലോ? അതിലൊന്നുമില്ല. ഈ പള്ളിയിലേക്ക് വരുമ്പോ നമ്മൾ ചെരുപ്പിട്ട് വന്നു, ഇറങ്ങുമ്പോ ആ ചെരുപ്പിട്ടിട്ടാണ് നമ്മൾ പോവാ. ആ ചെരുപ്പിടുമ്പോ വലതുകാല് കൊണ്ട് ആ ചെരുപ്പിടുമ്പോ കിട്ടുന്ന ഒരു പ്രതിഫലം. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും കൃത്യമായ നീയത്തോടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ മനോഹരമായി മാറും. അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ അമലുകൾ ചെയ്യുകയും ചെയ്തപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, ആ സ്വഹാബത്ത്, അവർ ഏറ്റവും ഉന്നതരായി മാറിയത്, ഏറ്റവും ഉത്കൃഷ്ടരായി മാറിയത്. അങ്ങനെ മാറാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുന്നു. ഓരോ വിശ്വാസിയുടെ ജീവിതവും ഏറെ മനോഹരമാക്കുന്നതും ഏറെ അർത്ഥവത്താക്കുന്നതും പ്രതിഫലത്തിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് അവനെ എത്തിക്കുന്നതും പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നാം അനുഷ്ഠിക്കുന്ന സുന്നത്തുകളാണ് നമ്മുടെ ജീവിതത്തിന്
കാരുണ്യത്തിന്റെ മുഖം നൽകുന്നത് എന്നുകൂടിയാണ്. പ്രവാചകൻ പഠിപ്പിച്ച രോഗിയെ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, അതേപോലെ തന്നെ അയൽവാസിയെ അവനോടുള്ള കടമകൾ നിർവഹിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, ഒരതിഥിയെ ആദരിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, തന്നേക്കാൾ പ്രായം കുറഞ്ഞവനെ അതല്ലെങ്കിൽ തന്നേക്കാൾ പ്രായം കൂടിയവരെ ആദരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു കാരുണ്യത്തിന്റെ മുഖം കൂടി സുന്നത്തുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തികഞ്ഞ വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണങ്ങളും നന്മകളും കൈവരണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടോ അതേ ഗുണങ്ങളും നേട്ടങ്ങളും നമ്മുടെ സഹോദരങ്ങളിൽ കൂടി ലഭിക്കണം, അവർക്കുകൂടി ഉണ്ടാകണം എന്നൊരാൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തിടത്തോളം അവൻ യഥാർത്ഥ വിശ്വാസിയാവില്ല എന്നുള്ളതാണ്. എത്ര കണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ സുന്നത്തിനെ ഫോളോ ചെയ്താൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ബിദഅത്ത് വരില്ല. സുന്നത്തുള്ളവന്റെ അടുത്തേക്ക് ഒരിക്കലും ബിദഅത്ത് കടന്നു വരില്ല. സുന്നത്തിന്റെ ഗൗരവം അറിയാത്തവനിലേക്കാണ് ബിദഅത്തുകൾ കടന്നു വരിക. സുന്നത്തിനേക്കാൾ അവൻ മാനിക്കുന്നതും അവൻ മഹത്തരമായി കാണുന്നതും ബിദഅത്തുകളായിരിക്കും. ഇപ്പൊ ഈ ബിദഅത്തുകൾ ചെയ്യുന്ന ആളുകളെ നോക്ക്, അവർക്ക് സുന്നത്തിന് അവർ വില കൊടുക്കൂല, എന്നാൽ ബിദഅത്തിനെ അവർ ഏറെ മഹത്തരമായി കാണുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോവാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി, അവ മുറുകെ പിടിക്കുവോളം ഒരിക്കലും നിങ്ങൾ വഴികേടിന്റെ മാർഗത്തിലേക്ക് പോവുകയില്ല. അതിലൊന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഓരോ സുന്നത്തുകളിലും നമ്മൾ അഭിമാനം കൊള്ളണം. നമ്മുടെ കുടുംബത്തിൽ സുന്നത്തുകൾ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ മക്കളെ സുന്നത്തുകൾ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം നമ്മൾ പ്രകടമാക്കേണ്ടത്. അങ്ങനെയുള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചെറുതും വലുതുമായ സുന്നത്തുകളെ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരാനും അനുഷ്ഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സുന്നത്തിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയുന്ന ബിദ്അത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂടെ ഉംറയ്ക്ക് വന്ന ഒരു സഹോദരന്റെ ഉപ്പ സുഖമില്ലാതെ വെന്റിലേറ്ററിലാണ് എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ മകൻ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്ക് എത്രയും വേഗം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധു മിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.